ലോകത്തിലെ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ 1400 വർഷമായി ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നത് ഒന്നു മാത്രമാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ മാത്രം അങ്ങനെയായിരിക്കുന്നത്? ഭൂമിയിൽ ഒരേയൊരു ഗ്രന്ഥം മാത്രമാണ് മനുഷ്യരാശിയോട് ഇങ്ങനെ വെല്ലുവിളിച്ചത്. ഇതിന് സമാനമായ ഒന്ന് കൊണ്ടുവരികെ. 1400 വർഷമായി ആർക്കും അതിന് സാധിച്ചിട്ടില്ല. അത് ഭാഗ്യമല്ല, അതൊരു ദൈവീക തെളിവാണ്. ഖുർആൻ പറയുന്നു, ഇതിൽ യാതൊരു സംശയവുമില്ല, ഇത് ധർമ്മനിഷ്ഠയുള്ളവർക്ക് വഴികാട്ടിയാണ്. മറ്റൊരു പുസ്തകവും തന്നിലുള്ള പൂർണ്ണമായ നിശ്ചിതത്വത്തെക്കുറിച്ച് അവകാശപ്പെടുന്നില്ല. ഖുർആനിന് മാത്രമാണ് ആ ആത്മവിശ്വാസമുള്ളത്. കാരണം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ശാസ്ത്രം ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഖുർആൻ ഉത്തരങ്ങൾ നൽകുന്നു. തത്വശാസ്ത്രം ആശയക്കുഴപ്പമുണ്ടാക്കുന്നു, ഖുർആൻ വ്യക്തത നൽകുന്നു. ജീവിതം എന്തിന് എന്ന് ചോദിക്കുന്നു, ഖുർആൻ ലക്ഷ്യം കാണിച്ചു തരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഒരൊറ്റ പുസ്തകം. ബൈബിളിൽ മാറ്റങ്ങൾ വരുത്തപ്പെട്ടു, തോറയിലും മാറ്റങ്ങൾ വന്നു. എന്നാൽ ഖുർആനോ? 1400 വർഷങ്ങൾക്ക് മുൻപ് വെളിവാക്കപ്പെട്ട അതേ വാക്കുകൾ ഒരു അക്ഷരം പോലും മാറ്റം വരാതെ ഇന്നും നിലനിൽക്കുന്നു. കാരണം അള്ളാഹു തന്നെ അതിനെ സംരക്ഷിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭ്രൂണവളർച്ചയെക്കുറിച്ചും സമുദ്രത്തിന്റെ ആഴങ്ങളെക്കുറിച്ചും പർവ്വതങ്ങളെക്കുറിച്ചും ഖുർആൻ വിവരിച്ചു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് ശരിവെക്കുന്നു. അക്കാലത്ത് ആർക്കാണ് ഇതൊക്കെ അറിയാൻ കഴിയുക? അത് സൃഷ്ടാവിന്റെ വാക്കുകളാണ്. മനം തകർന്നിരിക്കുകയാണോ? ഖുർആൻ തുറക്കുക. ആത്മാവ് തളർന്നിരിക്കുകയാണോ? ഖുർആൻ തുറക്കുക. വഴിമുട്ടി നിൽക്കുകയാണോ? ഖുർആൻ തുറക്കുക. ഇതൊരു പുസ്തകം മാത്രമല്ല, ഹൃദയത്തിന് ശമനവും വിശ്വാസിക്ക് കാരുണ്യവുമാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷേ നിങ്ങളുടെ സൃഷ്ടാവ് രചിച്ചത് ഒന്നു മാത്രമാണ്. 1400 വർഷമായി മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് ഒന്നു മാത്രം. നിങ്ങളുടെ ഹൃദയത്തെ സുഖപ്പെടുത്തുന്നത് ഒന്നു മാത്രം. ഈ ലോകത്തും പരലോകത്തും നിങ്ങളെ രക്ഷിക്കുന്നത് ഒന്നു മാത്രം. അതാണ് ഖുർആൻ.